ഇന്ന് ഞാനും ശ്രീകുട്ടനും സൽമാനും കൂടെ ഒരു യാത്ര പോകുക കേട്ടോ. എറണാകുളത്തോട്ടാണ് യാത്ര വരുന്നത്. അവിടെ നമ്മുടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം നേരത്തെ അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അതിനോടൊപ്പം എൻ്റെ ഇക്കായും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങളൊരു ട്രെയിൻ യാത്ര ചെയ്യാമെന്ന്. അപ്പോൾ ഞാനും ശ്രീകുട്ടനും സൽമാനും കൂടെ ഭയങ്കര ഹാപ്പിയിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ മുന്നിൽ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രെയിൻ യാത്ര പോകുന്നത്. എപ്പോഴും ഇക്കായൊക്കെ കൂടെ കാണുന്നത് കേട്ടോ. അപ്പോൾ എറണാകുളത്ത് വന്ന് ഇറങ്ങി തമ്മനത്ത് വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലുലുമാൾ കയറി ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ മെട്രോ കാത്തു നിൽക്കുക കേട്ടോ. മെട്രോയിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. എറണാകുളത്തെ മെട്രോയിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ കയറുന്നത്. അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് എനിക്ക്, കയറിയാൽ എങ്ങനെയാണെന്നൊക്കെയുള്ളവർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ത്രില്ലോടുകൂടി ഞങ്ങൾ മെട്രോയിലൊക്കെ കയറി സന്തോഷത്തോടു കൂടി യാത്രയൊക്കെ ചെയ്ത് എൻ്റെ ലുലുമാളിലേക്ക് പോവാണ്. അവിടെ ഇക്ക വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇക്കായും കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾക്കൊരാകാംക്ഷ. ഇക്ക അവിടെ ലുലുമാളിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അവിടെ ഓഫർ നടക്കുന്നുണ്ട്. അപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ട്. എന്തോ 50% എന്തോ ഓഫറാണെന്ന് തോന്നി. ഞങ്ങൾ അറിഞ്ഞില്ല സത്യത്തിൽ, അതറിയാതെ ഞങ്ങൾ അവിടെ ചെന്നത്. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ എനിക്ക് നോമ്പോടായിരുന്നു, മുഹറം അല്ലേ. അതാ ഇക്ക അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന്തോഷമായി. ഇനി ഇക്കായും കൂട്ടി ഞങ്ങൾ ഒന്നിച്ച് പോയി. ഇക്കായും സൽമാനും ഒക്കെ ആയിട്ട് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കസ്റ്റമർ കേട്ടോ മാസ്ക് വെച്ചിട്ട് പോലും അവർക്ക് നമ്മളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെ ഒരു സന്തോഷം. ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സൗണ്ട് കൊണ്ട് മനസ്സിലായതാണെന്നാണ് പറഞ്ഞത്. ഇത് ഈ തിരക്ക് നിങ്ങൾ കണ്ടല്ലോ, നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്ര നല്ലൊരു ഓഫറാണ് നമ്മുടെ ലുലു അന്ന് കൊടുത്തിരുന്ന മാളിൽ നടന്നിരുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയൊരു തിരക്കും വന്നത്. പിന്നീട് ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ട് പാരഗണിൽ ചെന്നിട്ടോ. പാരഗണിൽ ഇക്കടെ ഫേവറേറ്റ് ഒരു ഫുഡുണ്ട്. സത്യത്തിൽ ഞാനതല്ല ഓർഡർ ചെയ്ത്. ഞാൻ ഓർഡർ ചെയ്തത് സ്റ്റീക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റീക്ക്. ഞാനതാ ഓർഡർ ചെയ്തത്. പക്ഷേ ഇക്ക ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ കാളാഞ്ചി മാങ്ങയിട്ട മീൻകറി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോയാലും പാരഗണി കയറി ഇതാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതും നൂൽ പൊറോട്ടയാണ് സൽമാനും ശ്രീകുട്ടനും ഇക്കായും ഓർഡർ ചെയ്തത്. ഞാൻ സ്റ്റീക്കാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ അവിടുത്തെ ഫുഡിന്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ. ഇക്കയുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് അതാ ഒരുപാട് എടുത്ത് കഴിക്കും കേട്ടോ. ഈ ഒരു കറിയാണ് ഇക്കയ്ക്ക് ഏറ്റവും ഫേവറേറ്റ്. പിന്നെ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടോ ഇലക്കകത്ത് പൊതിഞ്ഞിരിക്കുന്നത്, അത് പാണ്ടൻ ചിക്കൻ എന്നാണ് പറയുന്നത് കേട്ടോ. ടേസ്റ്റ് ആയിരുന്നു. ശ്രീകുട്ടനും സൽമാനും നന്നായിട്ട് കഴിച്ചു. എനിക്കിതാ ഈ സ്റ്റീക്ക് തന്നെ ഞാൻ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തുമാത്രം ടേസ്റ്റാണ് അതിനെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് മസാലയൊന്നും ഇല്ലാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞങ്ങൾ നമ്മളുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് യാത്ര പോവുക കേട്ടോ. ലേറ്റ് ആയിട്ടില്ല, എന്തായാലും പറഞ്ഞ സമയത്തിന് മുന്നേ നമുക്ക് എത്താൻ പറ്റി. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളും നമ്മുടെ മാസ്റ്ററും പിന്നെ ഡിസൈനേഴ്സും എല്ലാം അവിടെ കുട്ടികളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടോ. നമ്മുടെ ഡിസൈനറാണ് കുട്ടികളെ ഒരുക്കി കറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസ്റ്ററും അവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. സമയമായി വരുന്നതേ ഉള്ളൂ കയറാനായിട്ട്. അപ്പം ഒരുപാട് പേരും സ്റ്റേജിൽ മത്സരിക്കുന്നുണ്ട്. ഇത് വേറൊരു ടീമാണ് കേട്ടോ. അവരുടെ പ്രോഗ്രാമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ടീമല്ല, വേറൊരു ടീമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ ടീമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ്. വളരെ ഭംഗിയായിട്ടാണ് എൻ്റെ കുട്ടികൾ, അത്രയും രസമായിട്ടാണ് ടീമാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് കേട്ടോ. ഓഷ്യൻ ടീമാണ് നമ്മൾ കൊണ്ടുവന്നത്. കണ്ടോ എന്ത് ഭംഗിയാണ് അല്ലേ. എല്ലാവരും വെറൈറ്റി ടീമിലാണ്. നീരാളിയുണ്ട്, അതുപോലെ തന്നെ മത്സ്യകന്യകയുണ്ട്, സ്റ്റാർ ഫിഷ് ഉണ്ട്. അങ്ങനെ ഓരോരോ ഓരോരോ മോഡൽസിനും ഓരോരോ ഇതാണ് കൊടുത്തിരുന്നത്. ഒരുപാട് സ്ഥലത്ത് നിന്നുള്ള കുട്ടികൾ അവിടെ മത്സരത്തിനുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ടീമാണ് കേട്ടോ. സുറുമ ടീമാണ് ഈ വരുന്നത്. ഭയങ്കര ലുക്കിലാണ് വരുന്നത് കേട്ടോ. നോക്കി നിങ്ങളൊരു വെറൈറ്റി അല്ലേ. കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. സ്റ്റേജിൽ ഇരുന്നവർക്ക് എല്ലാം നല്ലൊരു അഭിപ്രായമാണ്. എല്ലാവരും കൈയടിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്. And if you hear this song, then go on bend your back, go on bend your knees, baby, shake it to the max. With the DJ, please turn up the bass to the max. Please just rewind, let me shake it to the max. 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 Please just rewind, let me shake it to the max. Don't got to fear, number one in command. I came just to kill me, ain't too militant. They won't figure it, but I don't need a man. So they love how me whine and make sure. നമ്മുടെ പ്രോഗ്രാം സക്സസ് ആയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നീട് ഞങ്ങൾ കുറച്ച് നേരോടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാനും ശ്രീകുട്ടനും സൽമാനും ഇക്കായും കൂടെ നേരെ തിരിച്ച് കൊല്ലത്തേക്ക് പോരുന്നു. എൻ്റെ കുട്ടികളെല്ലാം പുറകിലാണ് വന്നത് കേട്ടോ. വേറെ വണ്ടിയിലാണ് വന്നത്. ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോരുന്നു.